ഒരിക്കൽ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് തൻ്റെ കന്നുകാലികളെ നഷ്ടപ്പെട്ടു. അയാൾ തൻ്റെ കന്നുകാലികളെ ഏറെ തിരഞ്ഞെങ്കിലും അതിനെ കണ്ടെത്താനായില്ല. ഒടുവിൽ അവയെ തിരഞ്ഞ് അയാൾ തൊട്ടടുത്ത ഗ്രാമത്തിലെത്തി. ഉച്ച സമയമായിരുന്നു. അയാൾക്ക് നന്നേ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, താൻ കടന്നു പോകുന്ന വയലിൽ ധാരാളം തണ്ണിമത്തനുകളുണ്ട്. ഒന്ന് പൊട്ടിച്ച് കഴിച്ചാൽ എന്താണ് പ്രശ്നം? വിശപ്പും ദാഹവും അല്പമൊന്ന് ശമിക്കാൻ അത് സഹായിക്കും. അങ്ങനെ അയാൾ ഒരു തണ്ണിമത്തൻ പൊട്ടിച്ച് ഭക്ഷിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും ആ വയലിൻ്റെ ഉടമ അവിടെ എത്തി. അയാൾ ക്രോധത്തിൽ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു, എന്നോട് ചോദിക്കാതെ ഇവിടെ നിന്ന് തണ്ണിമത്തൻ പൊട്ടിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ ചുറ്റുമൊക്കെ നോക്കിയിരുന്നു, അനുവാദം ചോദിക്കാനായി നിങ്ങളെ ഇവിടെ കണ്ടില്ല. പിന്നെ ഇത്രയും തണ്ണിമത്തൻ വിളഞ്ഞു കിടക്കുന്നതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആവശ്യമുള്ളത് എടുത്തോളൂ. അതിനു മറുപടിയായി വയലുടമ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെപ്പോലെ ബുദ്ധിയില്ലാത്തവനോ കള്ളനോ അല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വയലിൽ നിന്ന് മണ്ണെടുത്ത് ആ തണ്ണിമത്തനിലേക്ക് ഇട്ടു. മറ്റേയാൾ ഒന്നും മിണ്ടിയില്ല, ശാന്തനായി അവിടെ നിന്ന് പോയി. പിന്നീടൊരു ദിവസം എന്തോ ആവശ്യത്തിനായി ആ വയലുടമ തൊട്ടടുത്ത ഗ്രാമത്തിലെത്തി. രാത്രി ഏറെ വൈകിയപ്പോൾ അന്ന് മടങ്ങിപ്പോകണ്ടെന്നും അവിടെ ഏതെങ്കിലും വീട്ടിൽ തങ്ങാൻ അവസരം ചോദിക്കാമെന്നും അയാൾ കരുതി. സാഹചര്യവശാൽ അയാൾ മുൻപ് തണ്ണിമത്തനിൽ മണ്ണ് വാരിയിട്ട അതേ വ്യക്തിയുടെ വീട്ടിലേക്കാണ് താമസിക്കാൻ അനുവാദം ചോദിച്ചു ചെന്നത്. വീട്ടുടമ അയാളെ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ മറുപടി പറഞ്ഞു, അതിഥികൾ ദൈവത്തിന് തുല്യരാണ്, ദയവായി കടന്നു വരൂ, നിങ്ങൾക്ക് താമസിക്കാനിടവും ഭക്ഷണവും ഞാൻ തരാം. തൻ്റെ അതിഥിക്ക് കഴിക്കാനായി ചോറും പരിപ്പ് കറിയും കൊടുത്തതിന് ശേഷം വീട്ടുടമ ഇങ്ങനെ ചോദിച്ചു, താങ്കൾക്ക് ഈ പരിപ്പിന് മുകളിൽ അല്പം പഞ്ചസാര വിതറുന്നത് ഇഷ്ടമാണോ? തീർച്ചയായും, അതിഥി മറുപടി പറഞ്ഞു. അങ്ങനെ വീട്ടുടമ പരിപ്പിന് മുകളിൽ പഞ്ചസാരയും അതിനോടൊപ്പം തന്നെ 2 കരണ്ടി നെയ്യും ഒഴിച്ചു. അതിഥി സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, ആഹാ, ആവശ്യത്തിലധികം നെയ്യും പഞ്ചസാരയും. നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. അപരിചിതനായ എന്നെ എത്ര നന്നായി നിങ്ങൾ പരിചരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീട്ടുടമ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഓരോ മനുഷ്യനും അവനവൻ്റെ സ്ഥിതിക്കും ശേഷിക്കുമനുസരിച്ച് പെരുമാറുന്നു. നിങ്ങളുടെ ശേഷി തണ്ണിമത്തനിൽ മണ്ണിടുന്നതായിരുന്നു. എൻ്റെ ശേഷി ചോറിനോടൊപ്പം പഞ്ചസാരയും നെയ്യും വിളമ്പുന്നതും. ഇത് കേട്ടപ്പോൾ അതിഥിയായ മനുഷ്യന് വീട്ടുടമ ആരെന്ന് മനസ്സിലാവുകയും അയാൾ ലജ്ജിച്ച് തല താഴ്ത്തുകയും ചെയ്തു. സഹജീവികളോട് സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറാം. ആർക്ക് ആരെക്കൊണ്ടാണ് ഉപകാരമുണ്ടാവുക എന്നത് തികച്ചും യാദൃശ്ചികമാണ്.